ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ എൻ്റെ ചായ ഇടി കഴിഞ്ഞ്. ഇത് ഞാൻ അച്ചയ്ക്ക് വേണ്ടി എടുത്തു വെച്ച കാപ്പിയാണ്. പിന്നെ പാത്രം കഴുകാനുണ്ടായിരുന്നു. ഇന്നലത്തെ അത്ര ഇല്ല, കുറച്ചേ ഉള്ളായിരുന്നു. പിന്നെ ഇന്ന് എന്നാക്കിയ കറിയും നോക്കിയപ്പോഴത്തേന് ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു. അമ്മ അത് വറ്റിച്ച് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതേ കുറച്ച് ചിക്കൻ കറി, ഒത്തിരി ഒന്നുമില്ല, കുറച്ച് ചിക്കൻ കറി ഇരിപ്പുണ്ട്. ഇത് അമ്മ അട ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്. എനിക്ക് ചൂടോടെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി അമ്മ അങ്ങനെ തന്നെ വെച്ച്. ഞാൻ അച്ചയ്ക്ക് ആദ്യം കടിഞ്ചായ എടുത്ത്. അപ്പോൾ അച്ചയ്ക്ക് കാപ്പി മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഗ്ലാസ് അങ്ങനെ തന്നെ വെച്ച്. അത് ഞാൻ കുടിക്കണം ഇനി. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ ക്യാരറ്റും വേറെ എന്തോ ക്യാബേജും കൂടിയാന്ന് തോന്നുന്നു തോരന്. പിന്നെ നമ്മുടെ ഇതന്നെ കോവയ്ക്കയും കൂടെ മെഴുക്കുവരട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ അത് കഴിഞ്ഞ് ഇതേ കുറച്ച് മീൻ ഇരിപ്പുണ്ടായിരുന്നു. ആ മീൻ കറിയുടെ ബാക്കിയെടുത്ത് അമ്മ വറുത്തും കൂടെ വെച്ചു. ഇത് പഴം, മണ്ടഭാഗം മാത്രം പഴുത്ത് വരുന്നുണ്ട്, അടിഭാഗം കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയും കണ്ട ഇന്നാണെങ്കിൽ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോഴും ചാറുന്നുണ്ട് ചെറുതായിട്ടൊക്കെ. അത് കഴിഞ്ഞപ്പോഴത്തേന് അത് കഴിഞ്ഞ് ഈ വീഡിയോ എടുത്ത് വന്നപ്പോഴേ ഓർത്ത്, അയ്യോ ആ ഡ്രസ്സ് എടുത്തില്ലല്ലോ, ഇന്നലെ കളറ് പറ്റിയ ഡ്രസ്സ് അതേപടി ഞാൻ ഇട്ടു. ഇനി അത് തോർന്നിട്ട് വേണം ഒന്ന് എടുത്തില്ല. പിന്നെ പെട്ടെന്ന് പോയി പാത്രമൊക്കെ കഴുകി ഞാൻ വെച്ച്. എനിക്ക് ബാങ്കിൽ വരെ പോകണേ, അപ്പോൾ അതുകൊണ്ട് കുളിക്കാനും കൂടെ വെള്ളം വെച്ചു. കുളിക്കാൻ വെള്ളം വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക്കാണ് തീ കത്തിക്കുന്നത്. ഒന്നാമത്തെ വിറകെല്ലാം തണുത്താണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പേപ്പറും അതും ഇതൊക്കെ വെച്ച് ഒരു വിധത്തിൽ തീ പിടിപ്പിച്ചെടുത്തു. പിന്നെ ഞാൻ തിണ്ണയൊക്കെ തൂക്കാനായിട്ട് വന്നു. ഇതാണ് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ തിണ്ണയുടെ അവസ്ഥ കേട്ടോ. ഫുള്ള് വെള്ളവും ചെളിയും ഒക്കെ ആയിരിക്കും. തൂത്താൽ ശരിയാവത്തില്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഫുള്ള് അങ്ങ് തുടച്ചെടുത്ത് ആ പണിയും കൂടെ കഴിഞ്ഞപ്പോഴേ ഞാൻ നോക്കുമ്പോൾ എൻ്റെ കാലിലെ നഖം ഒടിഞ്ഞു പോയി. പെട്ടെന്നൊന്നും എൻ്റെ നഖം അങ്ങനെ ഒടിയുന്നതൊന്നുമല്ല കേട്ടോ. എന്തോ പറ്റി, കുറേ നാളായിരുന്നു, അതായിരിക്കും ഒടിഞ്ഞ്. അത് കഴിഞ്ഞതേ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പോഴാണ് അച്ചിക്കിട്ട് വെച്ച കാപ്പിമാറി കടിഞ്ചായ ആയിപ്പോയി എന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ കളയണ്ടല്ലോ എന്നോർത്ത് ഞാൻ പെട്ടെന്ന് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ട് അതിട്ട് കുടിച്ചു. അത് കഴിഞ്ഞാണ് ഏറ്റവും വലിയ ടാസ്ക് തുടങ്ങിയത്, തുണി തപ്പുക എന്ന്. ഏതിട്ടുണ്ടോ കുറേ നേരം ഞാൻ നോക്കി, ലാസ്റ്റ് ഒരെണ്ണത്തിലെത്തി. ഇതാവുമ്പോൾ പെട്ടെന്ന് അലക്കുകയോ ഉണങ്ങുകയും ചെയ്യും. ഈ മഴക്കാലമല്ലേ, അതുകൊണ്ട്. പിന്നെ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നു.